ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാരങ്ങക്കറി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ നാരങ്ങക്കറി ഉണ്ടാക്കാൻ കുറച്ചാൾക്കൊക്കെ അറിയായിരിക്കാം. ഇതൊരു കുറച്ച് പഴയ റെസിപ്പിയാണ്. പഴയ വീടുകളിലൊക്കെ അല്ലെ സദ്യക്കൊക്കെ കാണുന്ന ഒരു കുഞ്ഞു റെസിപ്പിയാണ്. എൻ്റെ ഈ കുഞ്ഞു റെസിപ്പി ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിതിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ വേണ്ടത് ഇതുപോലെ മാതള നാരങ്ങ എന്ന് പറയുന്ന നാരങ്ങയാണ്. ഈ നാരങ്ങ നല്ല രീതിയിൽ തോല് ചെത്തിക്കളയുക എന്ന് പറയും. നമ്മളങ്ങനെ തോല് ചെത്തിക്കളഞ്ഞ് വട്ടത്തിലാക്കി. അപ്പോൾ ഈ നടുഭാഗത്ത് വരുന്നതിന് നാടൻ ഭാഷയിൽ ഇതിൻ്റെ വയറ് എന്ന് പറയും. ഈ ഭാഗം വെക്കുമ്പോൾ എന്ന് വെച്ചാൽ കയപ്പ് അധികം ഉണ്ടാവും. അപ്പോൾ ഈ ഭാഗം കളയുമ്പോൾ നമുക്ക് ഈ കറീൻ്റെ കയപ്പ് കുറച്ച് കുറഞ്ഞു കിട്ടും. അപ്പോൾ കയപ്പ് ഉണ്ടെങ്കിലും കയപ്പാണ് ഇതിൻ്റെ രസം, എന്നാലും അധികം കയപ്പാകുമ്പോൾ രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതിൽ നമ്മൾ മധുരം ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും ഇതിൻ്റെ വയറ് കളഞ്ഞാലും ചെറിയൊരു കയ്പ്പ് ബാക്കിയുണ്ടാവും. അപ്പോൾ നമ്മളിത് ഒരു നീളം ഒരു സൈസിലാണിത് അരിഞ്ഞെടുക്കേണ്ടത്. അധികം കട്ടിയിലെടുക്കുന്നത്. പോലനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ വീതിക്ക് എടുക്കുന്നുണ്ട്. ഇത് നീളത്തിലെടുക്കുന്നതാണ്. അപ്പോൾ ഇത് അരിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാകുമ്പോഴുള്ള ഭാഗം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് വൃത്തിയാക്കുന്നതാണ്. ഇത് വൃത്തിയാക്കണം. ഇതൊന്ന് കഴുകി ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് നമ്മളിതുപോലെ ഈ ഒരു പീസ് ഈ ഒരു വലുപ്പത്തിലാണ് നീളത്തിലാണിത് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കണം. ഇതിപ്പം കണ്ടില്ലേ, ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കലാണ്. ഇതിപ്പോൾ ഏതാണ്ടൊരു മൊത്തഭാഗം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു നീളത്തിൽ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ അരിഞ്ഞ് മാറ്റി വെച്ചതാണിത്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അത്യാവശ്യം ഒന്ന് ഉപ്പ് വരക്കി വെക്കാം. അതിനുശേഷം നമ്മൾ പുളി പിഴിഞ്ഞെടുത്തിട്ട് പുളീൻ്റെ അകത്ത് ഒഴിച്ചെടുക്കാം. അല്ലെങ്കിൽ അല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ നാരങ്ങനെ വാട്ടിയെടുത്തിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി ഇതൊക്കെ ചേർത്ത് ഈ പുളി വെള്ളത്തിൽ ഇത് ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആദ്യം ചെയ്ത പോലെ, ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന പോലെ കുറച്ച് അല്പം എണ്ണ എടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. അതിനകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്ത് നല്ലോണം വാടി വരുന്ന സമയത്ത് ഈ പുളിവെള്ളം ഒഴിച്ചിട്ട് പുളിവെള്ളത്തിൻ്റെ അകത്ത് ഇത് വെന്ത് വരണം. കണ്ടില്ലേ, മുളക് പൊടി ഇട്ടു. അങ്ങനെയുള്ള എല്ലാ പൊടികളൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുക്കലാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഈ പുളി നല്ല വൃത്തിക്ക് പിഴിഞ്ഞെടുത്തിട്ട് ഇതിലൊഴിച്ച് അങ്ങനെ വേവിച്ചെടുക്കലാണ്. പിന്നെ ഇതിൻ്റെ അകത്തൊരു മെയിനായിട്ട് നല്ലൊരു മണമൊക്കെ വരണമെങ്കിൽ നമ്മൾ ഇഞ്ചിയും അതുപോലെ തന്നെ ഈ വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അങ്ങനെ ഈ ഒരു വെള്ളത്തിൽ, അതായത് ഇഞ്ചി മണം അതുപോലെ വെളുത്തുള്ളി പിന്നെ പച്ചമുളക് അതൊക്കെ ചേർന്ന് ആ പുളീൻ്റെതും ഉപ്പ് അതുപോലെ എരിവ് ഇതെല്ലാം ചേർന്ന് മിക്സായിട്ട് ഒരു 15-20 മിനിറ്റോളം നല്ല തീയിൽ ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒരല്പം നമ്മൾ ചേർക്കുന്ന മല്ലിപ്പൊടിയാണ് കേട്ടോ. പിന്നെ സാധാരണ പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മേലയിൽ കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു മണം, നല്ലൊരു ഫ്ലേവറും ഇതിന് വരുന്നതായിരിക്കും. പിന്നെ എരിവ് കുറച്ചധികം ഉപയോഗിക്കുന്നവർക്ക് എരിവ് വേണമെങ്കിൽ അധികം ഇടാം. ഇതൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇതിന് വറുത്തിടലാണ്. വറുത്തിടുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം താഴ്ത്തി വെച്ചു, അതിന് ശേഷമാണ് ഇത് വറുത്തിടുന്നത്. അപ്പോൾ തേങ്ങാക്കൊത്താണ് മെയിൻ ഇൻഗ്രീഡിയൻ്റായി പറയുന്നത്. കടുക് വേണം, പിന്നെ വറ്റൽമുളക് വേണം, അതുപോലെ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്, കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പിന്നെ അത് പോരാണ്ട് ഒരു നുള്ള് പിന്നെ
നമ്മുടെ ഉലുവയുണ്ടല്ലോ, ഉലുവയും കൂടെ ചേർത്തിട്ടാണ് ചേർക്കുന്നത്. ഇത് താഴ്ത്തി വെച്ചതിന് ശേഷം പിന്നെ ഒരല്പം തണിഞ്ഞ് വരുമല്ലോ, അങ്ങനെ ആറിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നൊരു പരിപാടി. അതായത് ഇതിൻ്റെ ഒരു അല്പം കയ്പ്പുണ്ടാവും, ആ കയ്പ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്, കുറച്ച് നമ്മൾ ഒരു അച്ചാർപ്പൊടി കൊടുത്ത് പിന്നെ അതിൻ്റെ ഒപ്പം മധുരം ചേർക്കണം. ഒന്നുകിൽ നമുക്ക് പഞ്ചസാര ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് വെല്ലം ചേർക്കാം. അപ്പോൾ ഇത് ഇട്ട് ചേർത്ത് നമ്മളതിൻ്റെ ആ ഒരു നാച്ചുറലായ ടേസ്റ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ സദ്യക്കെല്ലാം കൂട്ടി നമുക്കറിയാലോ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്. ആ ടേസ്റ്റ് ബാലൻസ് ആവുന്നത് വരെ നമ്മൾ ഇതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള പഞ്ചസാരയോ വെല്ലോ ചേർത്തുകൊണ്ട് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യണം. അവിടെയാണ് അതിൻ്റെ ഒരു മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നല്ല എരിവുണ്ടാവും, നല്ലൊരു പുളിയുണ്ട്, അതുപോലെ തന്നെ ചവർപ്പ് ചെറിയ രീതിയിലുണ്ടാവും, നല്ലൊരു മധുരവും കൂടിയാകുമ്പം ഈ കറിക്ക് വേറെ തന്നെ ടേസ്റ്റ് വരും. അപ്പോൾ നമ്മൾ ഈ ഇറക്കി വെച്ചതിന് ശേഷമാണ് ഒരല്പം സുർക്ക എടുക്കുന്നുണ്ട്, അതല്ലെങ്കിൽ വിനാഗിരി ആദ്യം ചേർക്കുന്നുണ്ട്, കുറച്ച് അച്ചാർപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് വേറെ തന്നെ ഒന്ന് വാട്ടേണ്ടി വന്നു, ഞാൻ ആ ആദ്യ സമയത്ത് മറന്നു പോയതുകൊണ്ടാണ്. അപ്പോൾ ഉലുവയാണിത്. ഉലുവ നമുക്ക് പൊടിച്ച് ചേർക്കുകയും ചെയ്യാം, ഇതുപോലെ വറുത്തിടുകയും കൂടെ ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.